പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. UAE-യിൽ ഇനി മുതൽ സർക്കാർ ജീവനക്കാർക്കും പ്രൊബേഷൻ നിർബന്ധിതമാക്കി. സ്വദേശികൾക്കും പ്രവാസികൾക്കും നിബന്ധന ബാധകമാണ്. അണ്ടർ സെക്രട്ടറി, ഡയറക്ടർ ജനറൽ റാങ്കിൽ നിയമിതരാകുന്നവർ ഒഴികെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും പ്രൊബേഷൻ നിർബന്ധമാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഏകീകൃത തൊഴിൽ കരാർ പ്രകാരമാണ് പ്രൊബേഷൻ കാലയളവ് നിശ്ചയിച്ചത്. 6 മാസമാണ് പ്രൊബേഷൻ കാലയളവ്. പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ തുല്യ കാലയളവിലേക്ക് നീട്ടാം. പുതിയ തൊഴിൽ കരാർ പ്രകാരം തൊഴിലുടമയും ജീവനക്കാരനും തമ്മിൽ ധാരണയായി അനുയോജ്യമായ ജോലി സമയം തിരഞ്ഞെടുക്കാനും അനുമതിയുണ്ട്. ജോലിയുടെ സ്വഭാവം, അനുയോജ്യമായ സമയം, തൊഴിൽ കരാർ ദൈർഘ്യം എന്നിവ വിശദമാക്കുന്നതാണ് ഏകീകൃത തൊഴിൽ കരാർ. 3 വർഷമാണ് കരാർ കാലാവധി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇംഗ്ലണ്ടിലെ ജൂനിയർ ഡോക്ടർമാരുടെ സമരം അവസാനിച്ചു. 22% ശമ്പള വർധനയെന്ന സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. ഇംഗ്ലണ്ടിലെ ജൂനിയർ ഡോക്ടർമാർ 2 വർഷത്തിനുള്ളിൽ 22% ശമ്പള വർധനവ് എന്ന ഗവൺമെന്റിന്റെ വാഗ്ദാനം അംഗീകരിച്ചതോടെ 18 മാസമായി നീളുന്ന പ്രശ്നത്തിന് പരിഹാരമായി. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനിലെ 66% പേർ ഇതിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഏകദേശം 46,000 പേരാണ് ഓൺലൈനിലൂടെ അഭിപ്രായം അറിയിച്ചത്. ജൂനിയർ ഡോക്ടർമാർ 18 മാസത്തിനിടെ 11 തവണയാണ് സമരത്തിൽ പങ്കെടുത്തത്. എന്നാൽ വരും വർഷങ്ങളിൽ പണപ്പെരുപ്പത്തിന് മുകളിലുള്ള കൂടുതൽ ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നതായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. പുതിയ സർക്കാർ അധികാരത്തിലെത്തി 2 ആഴ്ചയ്ക്കുള്ളിലാണ് ജൂനിയർ ഡോക്ടർമാർക്ക് അനുകൂലമായി തീരുമാനമെടുത്തത്. 2024-25 വർഷത്തേക്ക് ഒരു സ്വതന്ത്ര ശമ്പള അവലോകന ബോഡി ശുപാർശ ചെയ്യുന്നതുപോലെ ഏകദേശം 8% മൂല്യമുള്ള ശമ്പള വർധനവ് നൽകും. ഇത് 2 വർഷത്തിനിടയിലെ മൊത്തം തുക ഏകദേശം 22% ഉയർത്തുന്നു. ശമ്പള വർധനയ്ക്കായുള്ള ഡോക്ടർമാരുടെ സമരം മൂലം 1.7 ബില്യൺ പൗണ്ടിന്റെ നഷ്ടം സർക്കാരിനുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ട്രാവൽ കാർഡ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 5 ദിവസത്തെ സൗജന്യ യാത്ര. യാത്രക്കാർക്ക് ഓഫറുമായി ദോഹ മെട്രോ. ദോഹ മെട്രോയിലും ലുസൈൽ ട്രാമിലും ഈ ഓഫർ ലഭിക്കും. ഇന്നലെ മുതൽ ആരംഭിച്ച ഓഫർ ഡിസംബർ 15 വരെ രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ലഭിക്കുന്നത്. കാർഡ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ക്യാമ്പയിൻ കാലാവധി കഴിയുന്നതോടെ ഓട്ടോമാറ്റിക്കായി സൗജന്യ യാത്ര കാർഡിൽ ലഭ്യമാകും. 3 മാസത്തിനിടെ ഈ യാത്ര നടത്തണമെന്നാണ് നിബന്ധന. കൂടാതെ പ്രമോഷൻ അവസാനിച്ച് 1 മാസത്തിനകം ഓഫർ വാലിഡേറ്റ് ചെയ്യണമെന്നും നിബന്ധനയുണ്ട്. സ്റ്റാൻഡേർഡ്, ഗോൾഡ് കാർഡുകൾക്ക് ഓഫർ ബാധകമാണ്. പ്രതിവാര, പ്രതിമാസ കാർഡുകൾക്ക് ഓഫർ ലഭിക്കില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിയമങ്ങൾ നിക്ഷേപകർ കർശനമായി പാലിക്കണമെന്ന് ഒമാൻ. നിയമലംഘനം കൂടി വരുന്ന സാഹചര്യത്തിലാണ് കർശന നിർദ്ദേശം പുറത്തിറക്കിയത്. ഒമാൻ മിനിസ്ട്രി ഓഫ് കോമേഴ്സ്, ഇൻഡസ്ട്രി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷനാണ് നിക്ഷേപകർക്ക് നിർദ്ദേശം നൽകിയത്. ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിയമലംഘനങ്ങൾ മന്ത്രാലയം കണ്ടെത്തിയിരുന്നു. കമ്പനികൾ ലൈസൻസുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ പാലിക്കാത്തതായി ഇൻവെസ്റ്റ്മെന്റ് സർവീസ് സെന്റർ ചൂണ്ടിക്കാട്ടി. നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ കമ്പനികൾ എല്ലാ നിർദ്ദിഷ്ട വ്യവസ്ഥകളും പാലിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നിയമ നടപടികൾ നടപ്പാക്കുമെന്ന് ഇൻവെസ്റ്റ്മെന്റ് സർവീസസ് സെന്റർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദുബായിൽ എയർ ടാക്സി സർവീസ് അടുത്ത വർഷം ഡിസംബറിൽ ആരംഭിക്കും. യാത്രക്കാർക്ക് മൊബൈൽ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. വൈദ്യുത എയർ ടാക്സികൾ വികസിപ്പിക്കുന്ന ജോബി ഏവിയേഷനാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി സഹകരിച്ച് ദുബായിൽ എയർ ടാക്സികൾ എത്തിക്കുന്നത്. 2026 തുടക്കം മുതലാണ് കരാർ പ്രകാരം എയർ ടാക്സി സേവനം തുടങ്ങേണ്ടത്. എന്നാൽ അടുത്ത വർഷം ഡിസംബറിൽ തന്നെ സേവനം ആരംഭിക്കാനാണ് ജോബി ഏവിയേഷന്റെ പദ്ധതി. US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെയും മറ്റു രാജ്യങ്ങളിലെ റെഗുലേറ്റർമാരുടെയും സർട്ടിഫിക്കേഷനാണ് ഇനി ലഭിക്കാനുള്ളത്. 6 വർഷത്തേക്ക് ദുബായിൽ എയർ ടാക്സികൾ പ്രവർത്തിപ്പിക്കാനുള്ള അവകാശം ജോബി കമ്പനിക്ക് മാത്രമായിരിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.